ഈ വെറുപ്പിൻ്റെ കടയിൽ നിന്ന് സ്നേഹത്തിൻ്റെ കടയിലെത്തിയെന്നാണ് സന്ദീപ് വാര്യർ പറയുന്നത്. അദ്ദേഹം ഇപ്പോൾ പുതിയൊരു പ്രസ്താവനയായി രംഗത്ത് വന്നു. അതായത് നിലമ്പൂരിലെ BJP സ്ഥാനാർത്ഥിയെ ഗൂഗിളിൽ തപ്പിയാൽ പോലും കിട്ടില്ലെന്ന്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ KPCC പ്രസിഡന്റിനെ കെ മുരളീധരൻ പറഞ്ഞതനുസരിച്ച് പടം കാണിച്ചാൽ പോലും ആർക്കും അറിയത്തില്ലെന്ന്. അപ്പോൾ ഇതും കൂടെയൊക്കെ കൂട്ടി വായിക്കുമ്പം ഈ സന്ദീപ് വാര്യരുടെ ഇത്തരം പ്രസ്താവനകളെ എങ്ങനെ നോക്കിക്കാണാം? നമ്മളുടെ രാഷ്ട്രീയത്തിൽ പലപ്പോഴും ഈ രാഷ്ട്രീയ നേതാക്കൾ അവർ പറയുന്ന കാര്യങ്ങൾ അവരുടെ രാഷ്ട്രീയവുമായിട്ട് അവർ തന്നെ ഒരു താരതമ്യം ചെയ്തതിന് ശേഷം പറയുന്ന കാര്യങ്ങളല്ല. നമ്മളപ്പോൾ അതുകൊണ്ട് പലപ്പോഴും ചോദിക്കാറുണ്ട്, നിനക്ക് അതിനുള്ള അവകാശം എന്താണ്? ഒരാൾ അവരുടെ രാഷ്ട്രീയത്തിൽ വ്യക്തമായിട്ടുള്ള നിലപാടും ആദർശവും ഐഡിയലിസം എന്നൊക്കെ നമ്മൾ പറയുന്ന ആ സംഭവമൊക്കെ പുലർത്തി മുന്നോട്ട് പോകുമ്പോഴാണ് അയാൾക്ക് ഒരു കരുത്തുണ്ടാകും. അപ്പോൾ അയാൾക്ക് പലതും പറയാനുള്ള അവകാശം അങ്ങനെയാണ് ലഭ്യമാകുന്നത്. സന്ദീപ് വാര്യരുടെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ഇലക്ഷൻ കാലത്ത് കാലുമാറി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിൽ വരികയും ആ രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവായി മാറുകയും ചെയ്തു. അപ്പോൾ ചില ഘട്ടങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ വളരെ ഷാർപ്പായിട്ട് നമുക്ക് തോന്നും. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് മാറിയതിൻ്റെ ഫലമായിട്ട് ആ രാഷ്ട്രീയ പാർട്ടിയുടെ അയാൾ നിലനിന്നിരുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ദൗർബല്യങ്ങളെല്ലാം അറിയാൻ പറ്റും. ആ ദുർബലമായിട്ടുള്ള സ്ഥലത്ത് ഇയാൾ അഞ്ഞടിക്കുന്നത് കാണുമ്പോൾ നമുക്ക് വളരെ ഷാർപ്പായിട്ടുള്ള അറ്റാക്കായിട്ട് അതിനെ കണക്കാക്കാനായിട്ട് പറ്റും. അങ്ങനെയാണ് താൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും എന്ന് തോന്നിയിട്ടാണ് ഇപ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ ഈ ഒരു പ്രസ്താവന നടത്തിയിരിക്കുന്നത് എന്നുള്ളത് ശരിയാണ്. BJPയുടെ സ്ഥാനാർത്ഥി ഗൂഗിളിൽ തപ്പിയാൽ പോലും കിട്ടില്ല എന്നുള്ളത് ശരിയാണ്. മോഹൻ ജോർജ് അല്ലേ? അതെ. മോഹൻ ജോർജ് ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരള കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ് എന്നാണ് പറയുന്നത്. കേരള കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പർ എന്ന് പറഞ്ഞാലൊന്നും കേരളത്തിൽ അത്ര വലിയ പ്രാധാന്യമുള്ള ഒരു സംഭവമല്ല എന്ന് നമുക്കറിയാവുന്ന. അതല്ലാതെ കേരള കോൺഗ്രസ് ഒരുപാടുണ്ടല്ലോ. കേരള കോൺഗ്രസ് ഏത് കേരള കോൺഗ്രസ് ആണെന്നും അറിയാൻ പാടില്ല. അങ്ങനെ പല തരം കേരള കോൺഗ്രസ്സുകൾ നിലനിൽക്കുന്നതിൽ ഒരു കേരള കോൺഗ്രസിൻ്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ് അദ്ദേഹം എന്നത് മാത്രമാണ് അദ്ദേഹത്തെക്കുറിച്ച് അറിയാവുന്നൊരു കാര്യം. BJP അങ്ങനെയുള്ള ഒരാളെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ BJP അയാളെ മാമോദിസ മുഖ്യ BJPക്കാരനാക്കി മാറ്റി. ഇന്നലെ വരെ എന്താണ് BJP എന്ന് അറിയാൻ പാടില്ലാത്ത ഒരാൾ അയാൾ BJPയുടെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു. അതാണ് പ്രശ്നം. നമ്മളിത് പലപ്പോഴും ഈ വിഷയം പറഞ്ഞിട്ടുള്ള. അപ്പോൾ സരിൻ എന്ത് ചെയ്യുന്നു? CPMൻ്റെ സ്ഥാനാർത്ഥി അല്ലേ? ഒരു ദിവസം മുതൽ കോൺഗ്രസ് നിന്ന് CPMൻ്റെ സ്ഥാനാർത്ഥി. അങ്ങനെ സ്ഥാനാർത്ഥികളാകുന്നവരെ സാധാരണ രീതിയിൽ സമൂഹം അംഗീകരിക്കാറില്ല എന്നുള്ളതാണ്. കാരണം അവൻ ആ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതീകമല്ല. അവൻ അതിനുവേണ്ടി വാടകയ്ക്കെടുക്കപ്പെട്ടിരിക്കുന്ന ഒരു കൂലിത്തൊഴിലാളിയാണ് എന്ന കാഴ്ചപ്പാടാണ് വളരെയധികം പേർക്കുള്ളത്. പക്ഷേ അന്ധമായിട്ട് പാർട്ടിയിൽ വിശ്വസിക്കുന്നവരുടെ വോട്ട് കിട്ടും. ഇവിടെ BJP അങ്ങനെ ഒരു സ്ഥാനാർത്ഥി നിർത്തി കഴിയുമ്പോൾ BJPക്കാരുണ്ട് താമരക്ക് മാത്രം വോട്ട് ചെയ്താൽ മതി. ആ വോട്ട് മാത്രം ഈ മനുഷ്യന് കിട്ടും. അതെ, ക്രിസ്ത്യാനിയാണോ BJPക്കാരൻ? നമ്മുടെ ക്വസ്റ്റ്യൻ ആണ്. ഇയാൾ ക്രിസ്ത്യാനിയാണ് BJPക്കാരനാണ്? ഇപ്പോൾ ഓരോ സ്ഥാനാർത്ഥി നിൽക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒരു പ്രശ്നം പുതുതായിട്ട് ഉയർന്നു വന്നിരിക്കുന്നു. ചിലപ്പോൾ അയാൾ BJPക്കാരൻ എന്ന് പറയുന്നതിന് പ്രാമുഖ്യമില്ല. കാരണം ഇയാൾ BJPക്കാരനല്ല, പിന്നെ ഇയാൾ ക്രിസ്ത്യാനി മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് ക്രിസ്ത്യാനിക്ക് കിട്ടുന്ന തരത്തിൽ ഒരു ക്രിസ്ത്യൻ വോട്ടുകൾ കുറച്ച് മലയോര കർഷകരെ എന്താണ് കുടിയേറ്റക്കാരോ അവർക്കിടെയൊക്കെ കുറേ വോട്ടുകൾ ചിലപ്പോൾ കിട്ടിയേക്കും എന്നുള്ള ഒരു പ്രതീക്ഷയോടെയാണ് BJP അയാളെ സ്ഥാപിച്ചത്. നമുക്കറിയാം BJP അയാളെ സ്ഥാനാർത്ഥിയാക്കിയത് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ടൊന്നുമല്ല, നാളെ ചീത്തയൊക്കെ ആയിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഒരു പാർലമെൻ്ററി തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ പാർലമെൻ്ററി ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തെരഞ്ഞെടുപ്പ് വന്നാൽ മത്സരിക്കണം. ഇപ്പോൾ ഇവർ നക്സലൈറ്റുകളാണെങ്കിൽ കുഴപ്പമില്ല, അവർ പാർലമെൻ്ററി തെരഞ്ഞെടുപ്പിനെ അംഗീകരിക്കുന്നില്ല, അവർ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതുമില്ല. BJP നക്സലൈറ്റ് ആണോ എന്ന ക്വസ്റ്റ്യനാണ് പല ഘട്ടങ്ങളിലും ഇങ്ങനെ വന്നാൽ ചോദ്യം ഉയരാൻ പോകുന്നത്. അത് വേണ്ട എന്ന് BJP തീരുമാനിച്ചതിൻ്റെ പേരിൽ BJP ഒരു സ്ഥാനാർത്ഥി നിർത്തുന്നു മാത്രമേ ഉള്ളൂ. പ്രചരണം എത്രത്തോളം ഉണ്ടാവും എന്നുള്ളതും സംശയാസ്പദം തന്നെയാണ്. കാരണം വെച്ചാൽ ഒന്ന്, രാജീവ് ചന്ദ്രശേഖരൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഈ തിരഞ്ഞെടുപ്പ് അനാവശ്യമായ തിരഞ്ഞെടുപ്പാണ്, ഇറ്റ്സ് വേസ്റ്റ്. അതിന് നമ്മളെന്തിനു പണം, നമ്മുടെ ഊർജ്ജമൊക്കെ ചെലവഴിക്കണം എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. ചീത്തപ്പേരെ ഒഴിവാക്കാൻ വേണ്ടി സ്ഥാനാർത്ഥിനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, എന്തെങ്കിലും ചെയ്തോ? അത്രയും ഉണ്ടാവുള്ളൂ. പ്രചരണം ഒന്നും പോലും കാര്യമായിട്ടുണ്ടാവും എന്നെനിക്ക് തോന്നുന്നില്ല. അപ്പോഴാണ് സന്ദീപ് വാര്യരുടെ ഈ ചോദ്യം എങ്ങനെയാണ് നമ്മൾ വിശകലനം ചെയ്യേണ്ടത്?
പുതിയ ഒരാൾ നേതൃത്വത്തിലേക്ക് വരണമെങ്കിൽ, പുതിയ ഒരാൾ സ്ഥാനാർത്ഥ്യത്തിലേക്ക് വരണമെങ്കിൽ തീർച്ചയായിട്ടും അയാൾ പുതിയതായി വരുന്ന സമയത്തുണ്ടാകാവുന്ന എല്ലാ ബാലാരിഷ്ടതകളും ഉണ്ടാകും. നമ്മൾ ഈ മോഹൻ ജോർജിൻ്റെ സ്ഥാനാർത്ഥ്യത്തെ എതിർക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അയാൾ BJP-കാരനല്ല എന്നുള്ളതാണ്. അയാൾ BJP-കാരനായിരുന്നെങ്കിൽ അയാൾ അറിയപ്പെടാത്ത ഒരാളാണെങ്കിൽ പോലും നമ്മൾ എതിർക്കേണ്ട കാര്യമില്ല. കാരണം ആളെങ്ങനെ അറിയുന്നത്? ആളുകളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യുന്ന സമയം ഇയാളെ തെരഞ്ഞെടുപ്പിൽ പ്രസൻറ്റ് ചെയ്തു, ഇയാളിപ്പോൾ അറിയപ്പെട്ടു. അതെ, മോഹൻ ജോർജ് എന്ന് പറയുന്ന ഒരാൾ അവിടെ ഉണ്ട്. അയാൾ കേരള കോൺഗ്രസിൽ നിന്ന് കാലുവാരി BJP-യിൽ വന്ന ഒരാളാണ് എന്നെങ്കിലും ആളുകൾ അറിയുന്നത് ഇങ്ങനെ അറിയുന്നത്. നാളെ അയാളുടെ പടം കാണിച്ചാൽ ആളുകൾ ചിലപ്പോൾ തിരിച്ചറിയും. കാരണം തെരഞ്ഞെടുപ്പുകൾ അങ്ങനെയാണ്. തെരഞ്ഞെടുപ്പുകളിലൂടെയാണ് നമ്മളിപ്പോൾ ആളുകളൊക്കെ എന്ത് ചെയ്യുന്നത്, പരിചയപ്പെടുന്നത്. ഇപ്പോൾ സണ്ണി ജോസഫ് KPCC പ്രസിഡൻ്റായിട്ട് വരുന്ന സമയത്ത് ഈ പ്രശ്നം ഉണ്ടായിരുന്നു. അയാൾക്കൊരു പാൻ കേരള ഇമേജ് ഇല്ല. അയാൾ ആ മലബാറിൽ കുറേ ആളുകൾ അറിയും എന്ന് മാത്രമേ ഉണ്ടായിരുന്നു. പക്ഷേ നാളെ ഇപ്പോൾ തന്നെ അയാളെല്ലാവരും അറിഞ്ഞു തുടങ്ങി. നാളെ ഇതിനേക്കാൾ കൂടുതൽ പേരറിയും. അയാൾ ശക്തമായിട്ടുള്ള നിലപാടെടുത്ത് പല കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ സണ്ണി ജോസഫ് പാൻ കേരള ഇമേജുള്ള ആളായി മാറും. അങ്ങനെ മാറ്റണം, അങ്ങനെ മാറ്റാൻ പറ്റുള്ളൂ. ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ ഒരാൾ ഉയർന്നു വരുന്നത്, വളരുന്നത്, വികസിക്കുന്നത് ഇങ്ങനെ നിരന്തരമായിട്ടുള്ള ഇടപെടലുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അതുണ്ടാകുമ്പോൾ മാത്രമാണ് ആ സംഭവങ്ങൾ ഉണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് ഒരു രാഷ്ട്രീയ നേതാവ് ഗൂഗിൾ പരിശോധിച്ചാൽ പോലും ഇയാളുടെ തല കാണില്ല എന്ന് പറയുന്നതിൽ കഥയില്ല. അതൊക്കെ തമാശ മാത്രമാണ് ശരിക്കും പറഞ്ഞത്. ഗൗരവമായിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് ഇറക്കിയപ്പോഴും ആർക്കും അറിയില്ലായിരുന്നല്ലോ. ആരെ? ചാൾസ് എന്ന് പറഞ്ഞ സ്ഥാനം. അതെ, ചാൾസ് തിരുവനന്തപുരത്ത് ഇറക്കി കരുണാകരൻ പറക്കിക്കൊണ്ട് വെച്ചാണ്. അയാൾ ജയിച്ചു. അപ്പോൾ രാഷ്ട്രീയത്തിൽ എന്ത് അത്ഭുതങ്ങളും നടക്കാം, എന്ത് ഇന്ദ്രജാലങ്ങളും അവിടെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. കാരണം ജനങ്ങൾ വോട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് ഒരാൾ ജയിക്കുന്നത്. അയാൾക്ക് ജനങ്ങളുടെ മാൻഡേറ്റ് കിട്ടിക്കഴിയുമ്പോൾ അയാൾ പിന്നീട് വലിയ അംഗീകാരമുള്ള ഒരാളായിട്ട് മാറിത്തരും. തോറ്റുപോയി കഴിഞ്ഞാൽ ആ വഴി പോവും. പക്ഷെ തോറ്റു പോകുന്നവർ എന്താ ചെയ്യുന്നത്? പലവട്ടവും വീണ്ടും വീണ്ടും മത്സരിച്ച് എങ്ങനെയെങ്കിലും പിടച്ചേറാനായിട്ട് നടക്കുകയാണ്. ഈ PC ജോർജൊക്കെ നിശബ്ദനാണ്. PC ജോർജ് ആദ്യം പറഞ്ഞ എൻ്റെ മകനെ ഞാൻ അവിടെ BJP സ്ഥാനാർത്ഥിയാകാൻ വിട്ടുതരില്ല എന്നൊരു പറഞ്ഞിരുന്നു. ഇപ്പം അദ്ദേഹം വലിയ പ്രസ്താവനകളൊന്നും ഇതുമായി ബന്ധപ്പെട്ട് ഇറക്കുന്നില്ല. അതെന്തുകൊണ്ടായിരിക്കും? അല്ല, BJP അവിടെ സ്ഥാനാർത്ഥിനെ നിർത്തണ്ട എന്ന് BJP തീരുമാനിച്ചു. ഷോൺ ജോർജിനെ അവിടെ കൊണ്ട് നിർത്താൻ അവർ തയ്യാറാവും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം BJP-ക്ക് താല്പര്യമില്ല. അടിസ്ഥാനപരമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ BJP-ക്ക് യാതൊരു താല്പര്യമില്ല. പക്ഷേ നേരത്തെ നമ്മൾ പറഞ്ഞ വിഷയം അവരുടെ മുന്നിലുണ്ട്. അതായത് മത്സരിച്ചില്ലെങ്കിൽ അതിന് സമാധാനം പറയേണ്ടി വരും. അതുകൊണ്ട് മത്സരിക്കുന്നു അത്രമാത്രം. വോട്ട് ചെയ്യാത്തതൊന്നും അവർക്കൊരു വിഷയമല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം വെറുതെ നമുക്കറിയാം, ഒരു തെരഞ്ഞെടുപ്പിൽ കോടിക്കണക്കിന് രൂപയാണ് വെറുതെ ഒഴുകി പോകുന്നത്. അത് ഇവര് അനാവശ്യമായിട്ട് അതെന്തിനൊഴുക്കണം? ഒരു വർഷം പോലും കഷ്ടിച്ചില്ല. മാത്രമല്ല, ഇയാൾ ഇങ്ങനെ തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്ന ആള് ജയിച്ച് സ്വീകരണം കഴിഞ്ഞ് തിരുവനന്തപുരത്ത് ചെന്ന് പിന്നെ വീട്ടിലേക്ക് തിരിച്ചു വരാം. അത്ര ഉണ്ടാവുള്ളൂ. വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനായിട്ടില്ല. പക്ഷേ അതിന് വേറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ളതിൻ്റെ പേരിൽ മാത്രമാണ് മാധ്യമങ്ങൾ പോലും അതെല്ലാം ചർച്ച ചെയ്യുന്നത്. അല്ലെങ്കിൽ അത് ചർച്ചയ്ക്ക് പോലും എടുക്കാൻ പാടില്ലാത്ത ഒരു കാര്യമായിട്ടാണ് നിൽക്കുന്നത്. അതാണ് BJP-യുടെ സ്റ്റാൻഡ്. അതുകൊണ്ട് BJP-ക്ക് അങ്ങനെ ആയത് ലക്ഷ്യമില്ല. പിന്നെ ഷോൺ ജോർജിനെ അവിടെ നേർച്ചക്കോഴിയായിട്ട് ഇട്ട് കൊടുക്കണ്ട എന്ന് PC ജോർജ് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാകാം. PC ജോർജ് പറയുന്നതിനെയൊക്കെ എന്താണ് പ്രസക്തികൾ? അവർക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ അവർ വിളിച്ചു പറയും. അവരുടെ ആവശ്യമാണ് പ്രധാനപ്പെട്ടത്. BJP-യോ അല്ലെങ്കിൽ കേരള കോൺഗ്രസോ അല്ലെങ്കിൽ ഇടതുപക്ഷമോ UDF ഒന്നും അവരുടെ വിഷയമല്ല. അവർ ഇങ്ങനെ ഒറ്റയ്ക്ക്, ഇപ്പോൾ അൻവറിനെ പോലെ അൻവർ ഒറ്റയ്ക്ക് കേരളം ഭരിക്കുക, PC ജോർജും ഒറ്റയ്ക്ക് കേരളം ഭരിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊക്കെ പ്രത്യേക സ്പെഷ്യൽ കഥാപാത്രങ്ങളാണ്. അതിൽ കൂടുതൽ നമ്മൾ അവർക്ക് പ്രാധാന്യം കൊടുക്കുന്നത് നല്ലതല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരങ്ങനെ തന്നെ കാണുന്നത്. ഇതൊരു സ്പെഷ്യൽ കാറ്റഗറിയാണ്, സ്പെഷ്യൽ ജെനിസ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവരെപ്പോലെയുള്ള ആളുകൾ പലപ്പോഴും മറ്റുള്ളവർക്ക് നിരന്തരമായിട്ട് അസ്വസ്ഥതകൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും PC ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് അവിടെ വരാതിരുന്നത് നല്ലത്. അല്ലെങ്കിൽ നമുക്ക് ഈ അരവും കിന്നരം എന്ന് പറയുന്നതിൽ അൻവറും PC-യും കൂടി നമ്മളെ ആകെ പ്രാന്ത് പിടിപ്പിച്ചാൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.